എന്തായാലും പ്രശാന്തേ, ഭാരത് അരി എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ അരി, എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? ഇത് വിൽക്കുന്നത് പേര് കേട്ടാൽ തന്നെ അറിയാലോ, ഭാരത് റൈസ് എന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് വിൽക്കുന്ന അരിയാണ്. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ വിൽപ്പനയിൽ ഒരു പങ്കുമില്ല. അപ്പൊ എത്രയാണ് കിലോയ്ക്ക് വില? കിലോ വില 29 രൂപയാണ് വില. അതായത് നമ്മൾ സപ്ലൈക്കോ വഴി 5 രൂപയ്ക്കാണ് 25 രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത്. പക്ഷേ 5 മാസമായി മുടങ്ങി കിടക്കുന്നു. അതെ അതെ. ഈ ഭാരത് അരി കിലോ 29 രൂപയാണ് വില. 5 കിലോയുടെ പാക്കറ്റ് ഉണ്ടാവും, 10 കിലോയുടെ പാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് എവിടെ നിന്നൊക്കെ കിട്ടും? വിതരണം എങ്ങനെയാണ്? ഇതിന്റെ വിതരണം ഒന്നിലധികം കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് ഇപ്പോൾ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റ്, അത് നമ്മുടെ വടക്കേ ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. പിന്നെ ഈ സഞ്ചരിക്കുന്ന ഔട്ട്ലെറ്റുകൾ, വാനുകൾ, അതിലൂടെയുള്ള വിൽപ്പന കേരളത്തിലൊക്കെ കൂടുതൽ അതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാഫഡിന്റെ ഔട്ട്ലെറ്റുകൾ, അതുപോലെ തന്നെ NCCF-ന്റെ ഔട്ട്ലെറ്റ്, ഇതെല്ലാം പുറമെ ഈ പ്ലാറ്റ്ഫോം വഴിയുള്ള വിൽപ്പന, അതായത് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വാങ്ങാനുള്ള ഒരു അവസരം. അപ്പോഴും സംശയമുണ്ട്, ഇത് എവിടെ നിന്നുള്ള അരിയാണ്? എങ്ങനെയാണ് ഈ അരി കിട്ടുക? ഇത് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ ശേഖരത്തിലുള്ള അരി തന്നെയായിരിക്കും ഇങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേരളീയർ കഴിക്കുന്ന അരി കിട്ടുമോ? റേഷൻ കട വഴി വിൽക്കുന്ന അരി തന്നെ, റേഷൻ കടയിൽ കിട്ടുന്ന അരി പ്രതീക്ഷിക്കാം. അതല്ല, സുലേഖ, വടി, ഉണ്ട, മട്ട, കുറുവ തുടങ്ങി നമ്മൾ കഴിക്കുന്ന അരി കിട്ടുമോ? അതാണ് ഞാൻ പറഞ്ഞത്, സാധ്യത കുറവാണ്. കാരണം റേഷൻ കട വഴി ജയൻ സുരേഖയും കിട്ടില്ല, മട്ട അരി കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ സംസ്ഥാന സർക്കാർ സംഭരിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വിൽക്കുന്ന അരിയിൽ അതുണ്ടാകാൻ സാധ്യതയില്ല. വടക്കേ ഇന്ത്യയിൽ കൂട്ടിരുന്ന സോനാ മസൂരിയൊക്കെ ആയിരിക്കും കിട്ടാൻ സാധ്യത. ഓക്കെ പ്രശാന്ത്, അപ്പോഴൊരു സംശയമുണ്ട്, ഇത് ഈ അരി കിട്ടാൻ വേണ്ടി റേഷൻ കാർഡ് വേണോ? റേഷൻ കട വേണ്ടി വരില്ല. കാരണം എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ കൂടെ ഭാഗമായാണ് ഈ ഭാരത് റൈസ് എന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാരത് അരിയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പിന്നെ മാത്രമല്ല, കേരളത്തിൽ തൃശ്ശൂരാണ് ഒരു വിൽപ്പന ആദ്യം തുടങ്ങിയത്. തൃശ്ശൂർ ഇങ്ങ് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരത് അരി വന്ന സ്ഥിതിക്ക് ഇനി കെ അരിക്ക് സാധ്യതയുണ്ടോ? രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ ഭാരത് റൈസ് വന്നതുകൊണ്ട് കെ റൈസ് എന്നൊരു ബ്രാൻഡ് ഒരു പക്ഷേ കേരള സർക്കാർ ഇറക്കാം. പക്ഷേ അരിയില്ല. അതാണ്